ബ്രേക്ക്ഫാസ്റ്റ് റൗണ്ടപ്പിൽ തലക്കെട്ടുകളാദ്യം. നോവോർമ്മകൾ ബാക്കിയാക്കി അർജുന്റെ ലോറി. ക്യാബിൻ പരിശോധനയിൽ കിട്ടിയത് മകന്റെ കളിപ്പാട്ടവും അർജുന്റെ വസ്ത്രങ്ങളും പാത്രങ്ങളും. ലോറി പൊളിച്ചുള്ള പരിശോധനയിൽ ഒരു ശരീരഭാഗം കൂടി ലഭിച്ചു. DNA പരിശോധനാ ഫലം വേഗത്തിലാക്കാൻ ശ്രമം. അർജുന്റേതെന്ന് സ്ഥിരീകരിച്ചാൽ ഉടൻ ബന്ധുക്കൾക്ക് കൈമാറും. പൂരം കലക്കലിൽ ADGPയുടെ റിപ്പോർട്ട് തള്ളി സർക്കാർ. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ പുനരന്വേഷണം. ADGPയുടെ വീഴ്ചയും അന്വേഷിക്കും. അജിത് കുമാറിനെ മാറ്റാൻ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയില്ല. ശരിയായ അന്വേഷണം നടന്നില്ലെന്ന് തെളിഞ്ഞെന്ന് VS സുനിൽകുമാർ. നടപടി പ്രതീക്ഷിക്കുന്നില്ലെന്ന് അൻവർ. വിഷയങ്ങളാണല്ലോ പാർട്ടി അന്വേഷിക്കേണ്ടത്. ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടല്ലേ? ഈ ശശി ഞങ്ങൾ 20 കൊല്ലം 30 കൊല്ലം ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. പ്രഥമ ദൃഷ്ടിയ ഇതിലൊന്നുമില്ല. പിന്നെ കഴിഞ്ഞില്ലേ? ഇനി ഞാൻ അന്വേഷണത്തിന് ഞാൻ കാത്തിരിക്കണ്ടേ? പാർട്ടിയിലുള്ള പ്രതീക്ഷയും ഏതാണ്ട് ഇല്ലാതായ അവസ്ഥയാണ്. 1000%. പാർട്ടിയിൽ പ്രതീക്ഷയില്ലെന്ന് PV അൻവർ. തന്നെ പ്രതിയാക്കാൻ ശ്രമം നടക്കുന്നു. രാഷ്ട്രീയ ദിശ വൈകിട്ട് പ്രഖ്യാപിക്കും. ആത്മാഭിമാനം വിധേയത്വത്തിനും അപ്പുറമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. മുഖ്യമന്ത്രിക്കെതിരെ മലപ്പുറത്തെ CPI നേതാവ് രാജാവ് നഗ്നനെന്ന് നിയാസ് പുളിക്കലകത്ത്. അമ്മയും WCCയും കൊമ്പുകോർത്തതിന്റെ ഇരയാണ് താനെന്ന് നടൻ സിദ്ദിഖ്. പരാമർശം സുപ്രീം കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ. തെരച്ചിലിന്റെ 3ാം നാളിലും സിദ്ദിഖിനെ പിടികൂടിയില്ല. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. അമാന്തം കാണിച്ചെന്ന് ജനയുഗം. കുതിരാനിലെ സ്വർണ്ണ കവർച്ചയുടെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന്. കവർന്നത് കോയമ്പത്തൂരിൽ നിന്നും കൊണ്ടുവന്ന 2.25 കോടിയുടെ സ്വർണം. ദൃശ്യങ്ങൾ പതിഞ്ഞത് പിറകിലെ വാഹനത്തിലെ CCTVയിൽ. ഷിരൂരിൽ അർജുന്റെ ലോറിയിൽ നിന്നും ഫോണും ബാഗും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെത്തി. കരക്ക് കയറ്റിയ ലോറി വൃത്തിയാക്കുന്നതിനിടെയാണ് ഇവ കണ്ടെത്തിയത്. ലോറിയിൽ നിന്ന് ഇന്നലെ ലഭിച്ച ശരീരഭാഗം DNA പരിശോധനയ്ക്കായി കൈമാറി. നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി നാളെ തന്നെ മൃതദേഹം കൈമാറും. മൃതദേഹം കാർവാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഷഫീഖ് നസ്റുള്ള വിശദാംശങ്ങൾ നൽകും. ഷഫീഖ്, അർജുൻ ഉപയോഗിച്ചിരുന്ന ബാഗും ഫോണും പാത്രങ്ങളും അടക്കമുള്ള വസ്തുക്കളെല്ലാം തിരികെ കിട്ടിയെന്നത് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശ്വാസകരമാണ്. ഇനി അറിയേണ്ടത് എപ്പോഴത്തേക്ക് DNA പരിശോധനാ ഫലം വരും, മൃതദേഹം എപ്പോഴത്തേക്ക് വിട്ടുകൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന മറുപടികൾ? അർജുൻ്റെ ലോറി ദേശീയപാതയോരത്ത് ഉയർത്തിവെച്ച് അത് പൂർണ്ണമായും പൊളിച്ച് അതിൻ്റെ വിശദമായ പരിശോധനകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അർജുൻ്റെ വസ്ത്രങ്ങൾ, അർജുൻ കയ്യിൽ കെട്ടിയിരുന്ന വാച്ച്, അർജുൻ്റെ 2 മൊബൈൽ ഫോണ്, കുട്ടിയോടൊപ്പം അർജുൻ കളിച്ചിരുന്ന കളിപ്പാട്ടം അടക്കമുള്ള കാര്യങ്ങളൊക്കെയും ലഭിച്ചു. അതോടൊപ്പം അർജുൻ ഈ ലോറിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്വയം പാകം ചെയ്താണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അതിൻ്റെ പാത്രങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട്. അർജുൻ യാത്രാ സമയത്ത് കൊണ്ടുപോയിരുന്ന ബാഗ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ അർജുൻ്റെ വസ്ത്രങ്ങളുണ്ട്. അങ്ങനെ അർജുനുമായി ബന്ധപ്പെട്ടതൊക്കെയും കണ്ടെത്തി എന്ന് തന്നെ പറയാം. 2 മൊബൈൽ ഫോൺ കണ്ടെത്തിയ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം അർജുൻ്റെ ശരീരഭാഗത്തിൽ ഒരു അസ്ഥിഭാഗം കൂടി ഇന്ന് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം അർജുൻ്റെ ലോറി ഉടമ മനാഫ് നമ്മോടൊപ്പമുണ്ട്. രാവിലെ ഈ ഭാഗത്ത് കണ്ടില്ല, ഞങ്ങൾ ഇപ്പോഴാണ് വരുന്നത്. ഞാനിത് കാണാൻ കുറേ ആൾക്കാർ ഇതിൽ കണ്ണപ്പണുണ്ട്, ചന്ദനുണ്ട്, ഡ്രഗ്സ് ഉണ്ട്, സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ട്, എന്തൊക്കെ പറഞ്ഞത്. ഇതവിടെ പൊളിച്ച് വെച്ചിക്കണ്. എല്ലാവരും ഇത് നോക്കിക്കോട്ടെ.
എല്ലാവരും നോക്കി മതി മറന്ന് നോക്കി പരിശോധിച്ച് ചെക്ക് ചെയ്യട്ടെ. എൻ്റെ ജീവിതം കുഴഞ്ഞാട്ടാക്കിയ ഒരു ഇൻസിഡൻ്റ് അത്. അത്രമാത്രം ഞാൻ പ്രയാസപ്പെട്ടിരിക്കണ ഈ വിഷയത്തിൽ. അത് നിങ്ങൾ ആദ്യം മുതലേ പറഞ്ഞത് അർജുനെ കിട്ടണം, അർജുൻ ഈ ക്യാബിനകത്തുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസം തെറ്റിയിട്ടില്ല. ഞാൻ അന്നേ പറയുന്നുണ്ട്, വണ്ടിക്കൊന്നും കൂടുതൽ പരിക്കില്ല. പരിക്കുണ്ടോ വെച്ചാൽ ഉണ്ട്. ഞാൻ പറയണത് നമുക്ക് മറ്റു വണ്ടികൾ കിട്ടിയത് കണ്ടില്ലേ, ഇഞ്ചിൻ്റെ ഉള്ളിലുള്ളതും ഗിയർ ബോക്സിൻ്റെ ഉള്ളിലുള്ള പാർട്സുകളാണ് പുറത്ത് വന്ന് കിടക്കണേ. ആ സമയത്ത് നമ്മളെ വണ്ടിക്ക് അധികം പരിക്കില്ല. നമ്മളെ വണ്ടീൻ്റെ പരിക്ക് വരേണ്ട സമയത്ത് നമ്മളെ ആ മരം താങ്ങിക്കിന്. അതുകൊണ്ട് അത്ര പരിക്ക് കുറവ്. മറ്റു വണ്ടി ആയതിൻ്റെ മാതിരി ഒന്നും ആയിട്ടില്ല. ഈ വണ്ടി ഒരു വലിയ വിഷയമല്ല എന്ന് ഞാൻ അന്നേ പറയുന്നുണ്ട്. ഇതുപോലെ ഒരു 8 മാസം മുന്നേ എൻ്റെ ഒരു വണ്ടി 8-9 മാസമായി ഉണ്ടാവും. ഇവിടുന്ന് ഒരു 80 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് ഫുൾ വണ്ടി കത്തിപ്പോയതാ. ഡ്രൈവർ ഒരു മിസ്റ്റേക്ക് ആയിന്. അത് ഡ്രൈവർ ചെയ്ത ഒരു അബദ്ധത്തിന് ഫുൾ ലോറി ലോഡോട് കൂടി കത്തിപ്പോയി. എനിക്കതിന് ഇൻഷുറൻസ് പോലും മര്യാദയ്ക്ക് കിട്ടിയില്ല. ആകെ എത്ര കിട്ടിയത്? 2,35,000 അങ്ങനത്തെ ആകെ. ചാവടിക്കാനുള്ള പൈസ ആയി. ഞമ്മക്കതൊരു വിഷയമല്ല. ഞാനിതൊന്നും വരുമ്പോൾ കൊണ്ടുവന്നിട്ടില്ല, ഞാനിതൊന്നും കൊണ്ടുപോകില്ല. പോകുമ്പോൾ എന്തെങ്കിലും ബാക്കിൻ്റെ മക്കൾക്ക് കൊടുത്തു പോകും, അത്ര തന്നെ. ഞാൻ ഇതിലൊന്നും ബേജാറാവില്ല. എൻ്റെ പണം നഷ്ടപ്പെടുന്നതൊക്കെ സ്ഥിരമായ എനിക്ക് അനുഭവമുള്ള പണത്തിനേക്കാൾ മേലെയുള്ള സംഭവങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ മതി. നമ്മൾ ഇതൊന്നും ഒരു വിഷയമല്ല. ഇതിന് ഇൻഷൂർ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്നും വിഷയമല്ല. ഞാൻ അവധോട് കൂടി ഉണ്ടല്ലോ, നമുക്ക് നയിച്ചുണ്ടാക്കാം. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയും. തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒന്നുണ്ട്, ആ മനുഷ്യനെ, ആ മനുഷ്യത്വം, ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത സാധനം. ആ തിരിച്ചുപിടുത്താണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ തിരിച്ചുപിടുത്തത്തിന് പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്, ഒന്നും പറയാനില്ല. അപ്പോഴാണ് കുറെ ആൾക്കാർ മതത്തിനെ കുറ്റം പറയാനും, എൻ്റെ പേരിന് പ്രശ്നവും, എൻ്റെ ജാതിക്ക് പ്രശ്നവും, എന്തിനൊക്കെ ഇവർക്ക് പ്രശ്നം, അതിന് എങ്ങനെയൊക്കെ തളർത്താൻ കഴിയോ ഒന്നും തളരുന്ന കൂട്ടത്തിലുള്ളതല്ല. നിങ്ങൾ ആദ്യം മുതലേ അർജുനെ കണ്ടെത്തണം, അർജുനുമായിട്ടുള്ള ബന്ധം അത്ര അധികമായിരുന്നു. കുഞ്ഞിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ട് നമ്മളോടൊക്കെ പറയാറുണ്ട്, ഈ കുഞ്ഞിനോട് ഞാൻ ഇനി എന്തു പറയുന്നു. കമ്മിറ്റ്മെന്റ് ഭയങ്കര വലിയ വേർഡാ, ഭയങ്കര പവർഫുൾ വേർഡാ കമ്മിറ്റ്മെന്റ്. അത് പറയാൻ ഈസിയാണ്, അത് പാലിക്കാൻ ഇത്തിരി പണിയുണ്ട്. അതാണ് ഈ കാണുന്നത്. ഗംഗാവലിപ്പുഴൻ്റെ ഉള്ളിൽ ആയിക്കോട്ടെ, ഇനി അത് അന്റാർട്ടിക്ക സമുദ്രത്തിൻ്റെ അടിയിലായിക്കോട്ടെ, ഒരു മനുഷ്യന് അവിടുന്ന് പൊന്തിച്ച് കൊണ്ടുവരണമെന്ന് ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊണ്ടുവരാൻ പറ്റും. ആ കൊണ്ടുവന്നതാണ് ഇപ്പം ഇത്. അതിന് ഞാൻ ഉപയോഗിച്ച മാർഗങ്ങളും ഈ 71 ദിവസം രാവും പകലും, ഇന്നത്തേക്ക് ഇപ്പോൾ 72ആയി എൻ്റെ കണക്കിൽ, രാവും പകലും ഊണിലും ഉറക്കത്തിലും ഇതന്നെയാണ്. ഇത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇത് മാത്രം. മക്കളെയും കച്ചവടവും ഒക്കെ മറന്നുപോയി. ഇനി നമുക്ക് തിരിച്ച് അർജുനെ കൊണ്ടുപോകണം, അവരെ വീട്ടിലെത്തിക്കണം, അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തണം. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടവുമായിട്ട് സംസാരിച്ചു. 2 ദിവസം എന്തായാലും പിടിക്കും. DNA ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ റിസൾട്ട് വരണം. അതുപോലെ പ്രൊസീജിയറാണ്. നമ്മൾ ഓലെ ഒരുപാട് തലവേദന ആക്കിയല്ലേ. അപ്പം ഓലെ പ്രൊസീജിയർ പ്രകാരം ചെയ്തില്ലെങ്കിൽ നാളെ മറ്റന്നാളെ വീണ്ടും ഈ ചങ്ങായി ഇനി എന്തെങ്കിലും പുതിയൊരു ചൊറയായിട്ട് വന്നാലോ എന്നുള്ള എന്നെ കാണുമ്പോഴേ ഇപ്പം ചൊറക്കാരനാണ് ഞാനിവിടെ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പ്രൊസീജിയർ കഴിച്ചോട്ടെ, എന്തായാലും ആവോളം കാത്തുന്നു, ഇനി വേവോളം കാക്കാൻ. ഇപ്പോൾ നിങ്ങൾ തുടക്കത്തിലൊക്കെ വല്ലാത്തൊരു എനർജിയിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഓരോ സമയത്തും നിങ്ങൾ പറയുന്നത് ഈ ലോറിയുടെ അകത്ത് അർജുനുണ്ട്. അങ്ങനൊരു ആത്മവിശ്വാസം വരാൻ കാരണം എന്താ? അർജുനോട് അത്രമേൽ ബന്ധമുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇന്നാരോ പിന്നിന്ന് ഒന്നിനും ഉറങ്ങാൻ സമ്മതിക്കില്ല. എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അതന്നെ എനിക്ക് വന്നുകൊണ്ടിരിക്കണത്. ഞാൻ അത്ര കോൺഫിഡൻറ്റോട് കൂടി പറയുമ്പോൾ എൻ്റെ പെണ്ണുങ്ങളും എൻ്റെ വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ പറയുന്നത് അങ്ങനെ കോൺഫിഡൻറ്റോട് കൂടി അർജുൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി കണ്ടില്ലെങ്കിൽ മനാഫ്ക നിങ്ങൾ കുടുങ്ങി പോട്ടോ, അതിൻ്റെ ഉള്ളിലുണ്ട്.
കാരണം ഞാൻ ഇതിൻ്റെ കടൽ മൊത്തം ഇവിടുത്തെ ഈ പരിസരത്തുള്ള കടൽ എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ട് കടലും ഈ പുഴയും ഞാൻ തപ്പിക്കുന്നു. ഈ കടലിൽ ഞാൻ ബോട്ടുകാരെ മുക്കുവന്മാരെ പറഞ്ഞയച്ച് ഒരു ബോഡി കിട്ടിയത് ഞാൻ എൻ്റെ സ്വന്തം പൈസക്ക് പറഞ്ഞയച്ച മുക്കുവന്മാർക്കാണ് കിട്ടിയത്. അതായത് ഞാനൊരു കഷ്ണം പോലും എൻ്റെ സ്പെയർ പാർട്സ് കടലിലും കരയിലും ഒന്നും കണ്ടിട്ടില്ല, പിന്നെ ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല. അപ്പം അതിലൂടെ ഞാൻ അനുമാനിച്ച് വണ്ടിക്കും കൂടുതൽ പരിക്കില്ല, ചതഞ്ഞു പോയിണ്ടാവും, പൊട്ടിച്ചിതറൂല. അതേമാതിരി അർജുനും വലിയ പരിക്കില്ല. എനിക്കപ്പം തന്നെ തോന്നി. പിന്നെ ആരോ പഠിച്ചതമ്പുരാൻ തോന്നിപ്പിച്ച് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് എന്നുള്ളത്. അപ്പോഴും എല്ലാവരും ഒഴിവാക്കി പോകുമ്പോഴും ഇനി 2 കൊല്ലം കൂടി യുദ്ധം ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. ഞാൻ വാടകയ്ക്ക് സ്വന്തമായിട്ട് വീടെടുത്തേക്കണ്, സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് നിലത്തെ കിടക്കൽ ഒന്നും ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ, അന്റാർട്ടിക്ക കടലിൻ്റെ അടിയിൽ പോയാലും മനസ്സ് നമുക്ക് ആരായാലും ഓനെ തിരിച്ചു പിടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പിടിക്കാൻ കഴിയും. നമ്മളെല്ലാം ഇവിടെ മാധ്യമപ്രവർത്തകർ കേരളത്തിൽ നിന്ന് വന്നതാണ്. നമ്മളൊക്കെ ഇവിടെ ലോഡ്ജിലാണ് താമസിക്കുന്നത്. മനാഫ്ക ഇവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അന്ന് മുതലേ തുടങ്ങിയതാണ്. യുദ്ധം അവസാനിക്കുന്നത് വരെ ഇവിടെ ഉണ്ടാവും. എത്ര ആൾക്കാർ ഇവിടെ വന്ന്, എത്ര ആൾക്കാർ എൻ്റെ കൂടെ നിന്ന്, കുറേ ആൾ പോയി. നിങ്ങൾ ആദ്യം വന്ന ഒരു മാധ്യമ പ്രവർത്തകന് ഫസ്റ്റ് ഒരു രാത്രി, ആ രാത്രി ഞാൻ മറക്കൂല. നിങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് SP-നോട് സംസാരിച്ചിട്ട് ഉള്ളോട്ട് കയറ്റുന്നത്. അന്ന് ഞാൻ SP ഭയങ്കര കമ്പനിക്കാരാ. അങ്ങനെ ഞാൻ SP-നോട് സംസാരിച്ചിട്ടാണ് നിങ്ങളെ SP എന്നെ കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾക്ക് ഈ രംഗമൊക്കെ കാണിച്ചു തന്നത്. നിങ്ങളെ കുട്ടീൻ്റെ ജനനം കാണാനൊക്കെ നിങ്ങൾക്കും കഴിഞ്ഞില്ല. ഒരുപാട് മാധ്യമപ്രവർത്തകർ ഇന്ത്യൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംഭവത്തിൽ മൊത്തം മാധ്യമപ്രവർത്തകർ കരഞ്ഞത്. ഞാൻ ഈ പിന്നിൽ നിൽക്കുന്ന ക്യാമറാമാൻമാർ, ഇങ്ങനത്തെ ആളുകളൊക്കെ കണ്ണീരടക്കാൻ കഴിയാത്തൊരു രംഗാണ് ഇന്നലെ കഴിഞ്ഞത്. ഒക്കെ നമ്മളെ പോലത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഇത് വളരെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞു, നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് നല്ല സൗഹാർദ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ആ സൗഹാർദ്ദങ്ങളൊക്കെ പോയി മതവും ജാതിയും ആക്ഷേപവും കള്ളക്കെടുത്തും സ്വർണവും ഒക്കെ കടന്നു വന്നു. ഒരാളെ തകർക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീടുകളൊക്കെ മതി ഒരാളെ തകർക്കാൻ. ഇനി എത്ര പവർഫുൾ ആളായിക്കോട്ടെ, ഒരു തകരാൻ ഇങ്ങനത്തെ കുറെ വാക്കുകൾ ഉണ്ടായാൽ മതി. അതേ സ്ഥലത്ത് ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മല പോലത്തെ ആള് ഇനിയൊരു എവറസ്റ്റ് കൊടുമുടി വേണമെങ്കിൽ കീഴടക്കും. കൂടെ നിന്ന് കൊടുത്താൽ മതി. അതിന് വലിയ ചെലവൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞാൽ മതി. എന്താപ്പോ ചെറിയൊരു വേർഡ് ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയണതിന് അത് പറയാൻ പിശിക്കണ ആൾക്കാരാ നമ്മളാളുകള്. ഭയങ്കര സംഭവമാണ്. നിങ്ങൾ പറഞ്ഞൊരു വാക്ക്, ഡ്രഡ്ജർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സൗഹൃദത്തിൽ പറഞ്ഞ ഡ്രഡ്ജർ ഇവിടെ വരുന്ന സമയത്ത് പറഞ്ഞത്, ഡ്രഡ്ജർ ഇപ്പോൾ വന്നത് കർണാടക സർക്കാരിൻ്റെ അനുമതിയോടെയാണ്, ഇനി തിരിച്ചു പോകണമെങ്കിൽ മനാഫ് തീരുമാനിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. സത്യമായിട്ട് ഞാൻ ഈ ഡ്രഡ്ജർ തിരിച്ച് ഇവനെ കൂട്ടാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറെ പരിപാടികൾ കാട്ടി വെച്ചിരുന്നു. അങ്ങനെയല്ല, ഞാൻ അണ്ണാറക്കണ്ണന് തന്നാലായത് എന്ന് പറഞ്ഞ കാര്യം അത്യാവശ്യം മോശമില്ലാത്ത വെളി ഞാൻ കളിച്ച് വെച്ചിരുന്നു. അതിനൊന്നും ആവശ്യം വന്നില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞത്, നമ്മൾ ആക്ഷൻ കമ്മിറ്റി വന്നിരുന്നു ഇവിടെ, എന്തൊക്കെ ഹെൽപ്പ് വേണ്ടിയെന്ന് വെച്ചിട്ട് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി ഉണ്ട്. ഓരൊക്കെ നല്ല ഹാർഡ് വർക്കാ. അതേമാതിരി പഴയ റെസ്ക്യൂ പ്രവർത്തകർ ഇവിടെ വന്നതിലൊക്കെ ഞാൻ ഓരോടൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും പോവാം, ഈ ഡർജർ പോണോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പിരിച്ചുവിടാം. ഞാൻ ഒറ്റക്ക് പൊരുതു. ഞാൻ ഇനി സുപ്രീം കോടതി പോയാലും വേണ്ടിയില്ല, എവിടെ പോയാലും വേണ്ടിയില്ല, ഞാൻ പൊരുതു. നമ്മുടെ ഈ പോരാട്ടത്തിൽ കൂടെ നിന്ന് ഒരുപാട് പേരുണ്ട്. കർണാടക സർക്കാർ, കേരള സർക്കാർ, അങ്ങനെ ഒരുപാട് ആളുകൾ, കാർവാർ MLA അടക്കം ഇങ്ങോട്ട്. ലോറി ഉടമ മനാഫ് സംസാരിക്കുകയായിരുന്നു. തത്സമയ സംരക്ഷണമാണ് കണ്ടത്. അർജുന് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത് കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടുമുറ്റത്താണ്. അർജുൻ നിർമ്മിച്ച വീടിനോട് ചേർന്ന് സംസ്കരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അർജുന്റെ ബന്ധുക്കളെ ചേർത്തുപിടിക്കാൻ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് നിരവധി പേരാണ് എത്തുന്നത്. അർജുൻ സ്വപ്നം കണ്ടു നിർമ്മിച്ച വീടാണിത്. ലോറിയിൽ ജോലിക്ക് പോകുന്നതിനാൽ വളരെ കുറച്ചു കാലം മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചത്. മകന് അന്ത്യനിദ്ര വീട്ടിനോട് ചേർന്നാകണമെന്നുള്ളത് ഈ അച്ഛന്റെ ആഗ്രഹമാണ്. വീടിന്റെ വലത്തുവശത്തായാണ് സംസ്കരിക്കുക. ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തം ഒരു വീട് എന്നുള്ളത്.
പക്ഷേ വീടാക്കിയതിന് ശേഷം അവന് ഇവിടെ അങ്ങനെ നിൽക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. 2 ആഴ്ച കൂടുമ്പോഴാണ് ഇവിടെ വരിക. അപ്പോൾ വീട്ടുകാർക്കും ആ ഒരു പ്രയാസമുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ വെക്കുന്നതായിരിക്കും നന്നാവും. പ്രതിസന്ധി നിറഞ്ഞ സമയമാണ് കടന്നുപോയതെന്ന് സഹോദരി അഞ്ജു പറഞ്ഞു. കൂടെ നിന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ് കുടുംബം. ഈ ഒരു ദൗത്യം ഇത്ര വിജയകരമാക്കാൻ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. മൃതദേഹം എത്തിക്കുന്നതിനനുസരിച്ച് മറ്റ് ക്രമീകരണങ്ങൾ നടത്തും. നിരവധി പേർ അർജുന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇത്രയും കാലമുള്ളതുപോലെ ചേർത്ത് പിടിക്കുകയാണ്. മീഡിയ 1 കോഴിക്കോട്. വിവാദങ്ങളുടെ വെടിക്കെട്ടിനിടെ തൃശൂർ പൂരം കലക്കലിൽ പുനരന്വേഷണം. ADGPയുടെ റിപ്പോർട്ട് സർക്കാർ തള്ളി. വീണ്ടും അന്വേഷണം വേണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ നിർദ്ദേശം. DGPയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ADGPക്കെതിരെ DGP തല അന്വേഷണം വേണമെന്നും ശുപാർശയിലുണ്ട്. പൂരം കലങ്കലിൽ ബാഹ്യ ഇടപെടലോ അട്ടിമറിയോ ഇല്ലെന്ന ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ പൂർണ്ണമായി തള്ളുന്നതാണ് ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്ന ശുപാർശ. പൂരം കലങ്ങിയതിൽ വീണ്ടും അന്വേഷണം വേണം. ADGP MR അജിത് കുമാറിനെതിരെയും അന്വേഷണം വേണം. സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ കൂടി പരിഗണിച്ചാണ് ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ ഈ നീക്കം. അന്വേഷണ റിപ്പോർട്ടിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് തന്നെയാണ് DGP ഷെയ്ഖ് ദർവേ സാഹിബ് സംസ്ഥാന സർക്കാരിന് ഒരു ശുപാർശ നൽകിയത്. ആ ശുപാർശയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗുരുതരവുമാണ്. പൂരത്തിന്റെ നിയന്ത്രണങ്ങളിൽ അവസാന നിമിഷം പോലും ADGP MR അജിത് കുമാർ മാറ്റം വരുത്തി. മാത്രമല്ല, പൂരത്തിന്റെ മേൽനോട്ടത്തിൽ ADGP അജിത് കുമാറിന് വീഴ്ച പറ്റി. കൂടാതെ പൂരം കലങ്ങുന്ന സമയത്ത് പോലീസ് അക്കാദമിയിൽ ഉണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന് അതിൽ ഇടപെടാൻ കഴിഞ്ഞില്ല. ഇതിനു പിന്നിലൊക്കെ ഉണ്ടായ ഗൂഢാലോചന വിശദമായി അന്വേഷിക്കണമെന്നായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ. സംസ്ഥാന പോലീസ് മേധാവിക്ക് പുറകെ ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹ കൂടി ശുപാർശ നൽകിയ സ്ഥിതിക്ക് ഇനി സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അന്വേഷണം. അവസാന തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ്. DGP തല അന്വേഷണത്തിനാണ് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് മേൽനോട്ടം നൽകിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് മേധാവിയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും ഉണ്ടാവുക. ഹരിമോഹൻ, മീഡിയ 1, തിരുവനന്തപുരം. പൂരം കലക്കലിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ADGPയാണ് പൂരം കലക്കിയതെന്ന് VD സതീശൻ ആവർത്തിച്ചു. മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഒരു അന്വേഷണവും അംഗീകരിക്കില്ലെന്ന് K മുരളീധരൻ പറഞ്ഞു. റിപ്പോർട്ട് തള്ളിയത് ശരിയായ അന്വേഷണം നടക്കാത്തതിനാലെന്ന് CPI നേതാവ് VS സുനിൽകുമാർ പ്രതികരിച്ചു. ADGPയെ മാറ്റണമെന്ന CPI നിലപാടിൽ മാറ്റമില്ലെന്ന് മന്ത്രി K രാജനും പറഞ്ഞു. പ്രതിപക്ഷം ആദ്യം മുതലേ ആവശ്യപ്പെടുന്നത് പൂരം കലക്കിയതിനെ കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ്. ADGP ലോ ആൻഡ് ഓർഡർ അവിടെ പോയി നിന്ന് പൂരം കലക്കിയത് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ചെയ്താണ്. അതുകൊണ്ടാണ് ഇത്രയും കരുതലോടുകൂടി ചേർത്ത് നിർത്തുന്നത്. ജുഡീഷ്യൽ എൻക്വയറി അതിന് ചില നോംസ് ഒക്കെ ഉണ്ടല്ലോ, അതനുസരിച്ച് നടക്കട്ടെ. ആ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷേ പിണറായിന്റെ വകുപ്പിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലും സത്യം പുറത്തു വരും. അങ്ങനെ അന്വേഷണ റിപ്പോർട്ട് തള്ളിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന് തോന്നിയിട്ടുണ്ടാവുക ആ റിപ്പോർട്ട് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നതിന്റെ കൂടി നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒട്ടും തന്നെ നീട്ടിക്കൊണ്ടുപോകാതെ ജനങ്ങൾക്ക് വിശ്വാസം തോന്നുന്ന തരത്തിലുള്ള വിശ്വാസയോഗ്യമായ രീതിയിലുള്ള അന്വേഷണം നടന്നേ മതിയാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ CPI പറഞ്ഞ ഒരാവശ്യം ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അതുകൊണ്ട് പിൻവലിക്കാത്തിടത്തോളം കാലം അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് മനസ്സിലാക്കുക. ആ അഭിപ്രായമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പാർട്ടിയിലുള്ള വിശ്വാസം 1000% നഷ്ടമായെന്ന് PV അൻവർ MLA. ഉന്നയിച്ച ആരോപണങ്ങളിൽ തന്നെ പ്രതിയാക്കാൻ ശ്രമിക്കുകയാണെന്നും PV അൻവർ മീഡിയ 1 പറഞ്ഞു. പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി ഫേസ്ബുക്ക് കുറിപ്പിട്ട അൻവർ പാർട്ടി നിർദ്ദേശം ലംഘിച്ച് വൈകിട്ട് 4:30 മാധ്യമങ്ങളെ കാണും. പാർട്ടി ശത്രുക്കൾക്ക് ആയുധം നൽകുന്ന രീതിയിലുള്ള പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന CPMന്റെ നിർദ്ദേശം പാലിച്ച് വാർത്താ സമ്മേളനങ്ങളും ആരോപണം ഉന്നയിക്കലും ഒഴിവാക്കി നിർത്തിയിരിക്കുകയായിരുന്നു PV അൻവർ. എന്നാൽ ഇന്ന് രാവിലെ ഫേസ്ബുക്കിലൂടെയാണ് വൈകിട്ട് 4:30 മാധ്യമങ്ങളെ കാണുമെന്ന് PV അൻവർ അറിയിക്കുന്നത്. നീതി ലഭിച്ചില്ലെങ്കിൽ നീ തീയാവുക എന്ന വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, വിശ്വാസത്തിനും വിധേയത്തിനും അപ്പുറം ആത്മാഭിമാനം ഒന്നുണ്ട്, അത് ഇത്തിരി കൂടുതലുള്ളതാണ് താനെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പാർട്ടി കൂടെ തന്നെ കൈവിട്ടു എന്നൊരു സൂചനയിലേക്ക്, എന്നൊരു പ്രതീതിയിലേക്ക് PV അൻവർ എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം മീഡിയ 1 സംസാരിച്ചപ്പോഴും പാർട്ടിയിൽ വിശ്വാസമില്ല എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. 4:30 മണിക്ക് പത്രസമ്മേളനം നടത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല സാർ. അതിനുമുമ്പ് ഒരു പക്ഷേ ഞാൻ ആഴിക്കുള്ളിലാക്കപ്പെട്ടേക്കാം, മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ തന്നെ നിഷ്കാസിതനായേക്കാം. ഇതൊക്കെ സംഭവിക്കാം. പാർട്ടി സെക്രട്ടറിയുമായ വിഷയങ്ങളാണല്ലോ പാർട്ടി അന്വേഷിക്കേണ്ടത്. അത് ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടല്ലേ? ഈ ശശി ഞങ്ങൾ 20 കൊല്ലം
30 കൊല്ലം ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. പ്രഥമ ദൃഷ്ടിയ ഇതിലൊന്നുമില്ല. പിന്നെ കഴിഞ്ഞില്ലേ? പിന്നെ ഞാൻ അന്വേഷണത്തിന് ഞാൻ കാത്തിരിക്കണ്ടേ? പാർട്ടിയിലുള്ള പ്രതീക്ഷയും ഏതാണ്ട് ഇല്ലാതായ അവസ്ഥയാണ്. 1000%. എം.ആർ. അജിത് കുമാറിനും SP സുജിത്ദാസിനും P. ശശിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞെങ്കിലും പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് PV അൻവർ മുന്നോട്ട് പോയത്. പാർട്ടി കൂടി കൈവിട്ടെന്ന രീതിയിലായതോടുകൂടിയാണ് ഒരു വെളിപ്പെടുത്തലേക്ക് അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിലേക്ക് PV അൻവർ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PV അൻവറിൻ്റെ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയിലുണ്ടെങ്കിൽ പോലും അത്തരമൊരു നിലപാടിലേക്ക് പോകില്ല. അതേസമയം സ്വതന്ത്രമായി കാര്യങ്ങൾ പറയാൻ കഴിയുന്ന, താൻ പറഞ്ഞ കാര്യങ്ങൾ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറുമെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. എന്നാലും ഇന്ന് വൈകിട്ട് 4:30 PV അൻവർ നടന്ന വാർത്താ സമ്മേളനം വളരെ നിർണായകമായിരിക്കും. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്. പൂരം കലക്കലിൽ എന്തിനാണ് ഇങ്ങനെ ഒരു അന്വേഷണമെന്ന് PV അൻവർ MLA. ആരാണ് പൂരം കലക്കിയതെന്ന് അവരുടെ ഉദ്ദേശവും കേരളത്തിലെ ജനതയ്ക്കറിയാം. ADGPയുടെ പങ്ക് കണ്ടെത്തിയാലും കാര്യമായ നടപടി ഉണ്ടാകില്ലെന്നും അൻവർ മീഡിയ 1-നോട് പറഞ്ഞു. പൂരം കലക്കിയത് ആരാണെന്നും പൂരം എങ്ങനെയാണ് കലക്കിയതെന്നും ആരാണ് അതിന് നേതൃത്വം നൽകിയതെന്നും ആ കലക്കിയതിന്റെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് അറിയാലോ. പിന്നെ എന്തിനൊരു അന്വേഷണം? അങ്ങനെ ഒരു അന്വേഷണം വന്നു, ഇതേ അത് കണ്ടിട്ടുണ്ട്, ഇതേ അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ എന്ത് നടപടിയായി ഗവൺമെന്റ് അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാൻ പോകുന്നത്? അത് 2 വരിയിലെ PR ഒതുങ്ങും. അത് മതിയല്ലോ കേരള ജനതക്ക്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്നെ പ്രതിയാക്കാനുള്ള വലിയ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനവുമായി CPI നേതാവും തിരൂരങ്ങാടിയിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന നിയാസ് പുളിക്കലകത്ത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം. കുടുംബത്തെ സംരക്ഷിക്കാൻ പ്രസ്ഥാനത്തെ ഒറ്റിക്കെടുക്കുന്നവരോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ ആർജവമുള്ള നേതാക്കൾ വേണം. ഇല്ലെങ്കിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ തൻ്റെ ഇടമുള്ള ഒരു തലമുറ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മണിക്കൂറുകൾക്കകം പോസ്റ്റ് നിയാസ് പിൻവലിക്കുകയും ചെയ്തു. താരസംഘടനയായ അമ്മയും WCCയും തമ്മിലുള്ള പോരാണ് തനിക്കെതിരായ ബലാത്സംഗ കേസിന് പിന്നിലെന്ന് നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ. ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് വാദം. ഒളിവിൽ പോയ സിദ്ദിഖിനെ അന്വേഷണ സംഘത്തിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അമ്മയും WCCയും തമ്മിലുള്ള പോരിന്റെ ഇരയാണെന്ന വാദമാണ് സുപ്രീം കോടതിയിൽ സിദ്ദിഖ് മുന്നോട്ട് വെക്കുന്നത്. ശരിയായ അന്വേഷണം നടത്താതെയാണ് പ്രതിയാക്കിയത്. ആരോപിക്കപ്പെടുന്ന സംഭവത്തിന് ശേഷം 8 വർഷം കഴിഞ്ഞപ്പോൾ പരാതിയുമായി എത്തിയതിലെ അസ്വാഭാവികത ഹൈക്കോടതിക്ക് പിന്നാലെ സുപ്രീം കോടതിയിലും ഉയർത്തിക്കാട്ടുന്നു. പേരക്കുട്ടി അടക്കമുള്ള കുടുംബത്തിലെ 65 വയസ്സുള്ള മുതിർന്ന അംഗമാണ് താൻ. നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിച്ച തന്റെ പേരിൽ മറ്റു ക്രിമിനൽ കേസുകളില്ലെന്നും സിദ്ദിഖ് ചൂണ്ടിക്കാട്ടുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്നവരെ ലക്ഷ്യമിട്ടാണ് ആരോപണങ്ങളും കേസുകളും. ഇതൊന്നും ആകസ്മികമായി സംഭവിച്ചതല്ലെന്ന് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വിശ്വസിക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ദിഖിന്റെ അഭിഭാഷക രഞ്ജിത റോത്തഗി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് ഇമെയിൽ അയച്ചു. സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ തീരുമാനമുണ്ടാകുന്നതുവരെ അറസ്റ്റ് ഒഴിവാക്കുന്നതാണ് കീഴ്വഴക്കം. സ്ത്രീപീഡന കേസിൽ കോടതി പരിസരത്തുനിന്ന് പോലും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള കേരള പോലീസ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലെത്തുന്നതുവരെ സിദ്ദിഖിനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും ആക്ഷേപമുണ്ട്. മീഡിയ 1, ഡൽഹി. നടൻ സിദ്ദിഖിനെ പിടികൂടുന്നതിൽ പോലീസിന് അമാന്തമെന്ന് CPI മുഖപത്രം ജനയുഗം. സിദ്ദിഖിന്റെ വീട് അടഞ്ഞുകിടക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ നടൻ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ പോലീസ് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ജാഗ്രത സിദ്ദിഖിന്റെ കാര്യത്തിൽ പോലീസ് കാണിച്ചില്ലെന്നും ജനയുഗം കുറ്റപ്പെടുത്തുന്നു. അന്വേഷണ സംഘം ഉണർന്ന് പ്രവർത്തിക്കണമെന്നും എഡിറ്റോറിയലിലുണ്ട്. മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിനെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവാണ് ശ്രീ KP കുഞ്ഞിക്കണ്ണൻ. കണ്ണൂർ DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, CPM നേതാക്കളായി P ജയരാജൻ, MV ജയരാജൻ തുടങ്ങി നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കാസർഗോഡ് DCC ഓഫീസിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം നാളെ 11 മണിക്ക് പയ്യന്നൂർ മൂരിക്കൊവ്വലിലെ സമുദായ ശ്മശാനത്തിൽ സംസ്കരിക്കും. ദേശീയപാതയിൽ തൃശൂർ കുതിരാനിൽ യുവാക്കളെ തടഞ്ഞു നിർത്തി സ്വർണം കവരുന്നതിന്റെ ദൃശ്യങ്ങൾ മീഡിയ 1-ന്. 2.25 കോടിയുടെ ആഭരണ കവർച്ചയിൽ പീച്ചി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. സിനിമയെ വെല്ലും ആഭരണ കവർച്ചയുടെ ദൃശ്യങ്ങളാണ് പിറകിൽ വന്ന വാഹനത്തിലെ ക്യാമറ ഒപ്പിയെടുത്തത്.
കോയമ്പത്തൂരിൽ നിന്ന് തൃശൂരിലേക്ക് കാറിൽ സ്വർണ്ണാഭരണവുമായി വരികയായിരുന്നു കോഴിക്കോട് നടക്കിലാൽ അരുൺ സണി എന്ന സ്വർണ്ണ വ്യാപാരിയും സുഹൃത്ത് റോജി തോമസും. 3 കാറുകളിലായി പിന്തുടർന്നെത്തിയ സംഘം കുതിരാൻ കല്ലിടുക്കിൽ വെച്ച് വാഹനം തടഞ്ഞു. ഇരുവരെയും അക്രമികൾ സഞ്ചരിച്ച കാറിലേക്ക് കയറ്റി. അരുണിനെയും റോജിയെയും വഴിയിലിറക്കിവിട്ടാണ് സംഘം സ്വർണവുമായി കടന്നത്. നഷ്ടപ്പെട്ടത് 2.25 കോടി വിലമതിക്കുന്ന 2 കിലോ 600 ഗ്രാം സ്വർണം. അക്രമി സംഘത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. മീഡിയ 1 തൃശൂർ. തൃശൂർ കയ്പമംഗലത്ത് കോയമ്പത്തൂർ സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് അതിക്രൂരമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതികളുടെ മർദ്ദനത്തിൽ അരുണിന്റെ ശരീരത്തിൽ 50-ലേറെ പരിക്കുണ്ട്. തലക്കേറ്റ അടിയാണ് മരണകാരണം. കേസിൽ മുഖ്യപ്രതി അടക്കം 4 പേർ കൂടി അറസ്റ്റിലായി. ഇന്നലെ നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് തലക്കേറ്റ ക്ഷതമാണ് അരുണിന്റെ മരണകാരണമെന്ന് കണ്ടെത്തിയത്. കൂടാതെ ദേഹത്ത് 50-ലധികം പരിക്കുകളുള്ളതിന്റെ പാടുമുണ്ട്. മുഖ്യപ്രതി ഐസ് ഫാക്ടറി ഉടമയായ കണ്ണൂർ സ്വദേശി സാദിഖ്, ഫായിസ്, മുജീബ്, സലീം എന്നിവരാണ് ഇന്ന് പിടിയിലായത്. സാദിഖ് കൊട്ടേഷൻ നൽകിയ സംഘത്തലവനടക്കം 3 പേർ ഇനിയും പിടിയിലാകാനുണ്ട്. 4 കയ്പമംഗലം സ്വദേശികളടക്കം ഇതുവരെ 9 പേരാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു അപകടം സംഭവിച്ചതാണെന്ന് പറഞ്ഞ് കയ്പമംഗലത്ത് വെച്ച് പ്രതികൾ അരുണിനെ ആംബുലൻസിൽ കയറ്റിവിട്ടത്. കണ്ണൂർ സ്വദേശി സാദിഖിൽ നിന്നും ഇറീഡിയം നൽകാമെന്ന് പറഞ്ഞ് തട്ടിയെടുത്ത 10 ലക്ഷം രൂപ തിരികെ ലഭിക്കാനാണ് അരുണിനെയും സുഹൃത്തിനെയും തട്ടിക്കൊണ്ടുപോയത്. വട്ടണാത്രയിലെ എസ്റ്റേറ്റിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നതിനിടെ അരുൺ മരിച്ചു. അരുണിനെ കയ്പമംഗലത്തെത്തിച്ച് ആംബുലൻസിൽ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ രക്ഷപ്പെട്ട സുഹൃത്തായ ശശാങ്കനിൽ നിന്നാണ് പോലീസിന് കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. മീഡിയ 1 തൃശൂർ. വയനാട് തമിഴ്നാട് അതിർത്തിയായ ചേരമ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മലയാളി കർഷകൻ മരിച്ചു. നീലഗിരി ജില്ലയിലെ ചേരമ്പാടി ചപ്പുംതോട് സ്വദേശി VT കുഞ്ഞുമൊയ്തീനാണ് മരിച്ചത്. തിരുവനന്തപുരം വിതുരയിൽ കാട്ടുപന്നി കുറുകെച്ചാടി പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനും മരിച്ചു. പുലർച്ചെ വീട്ടുമുറ്റത്തെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ കുഞ്ഞുമൊയ്തീനെ ആന ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് 1 വർഷത്തിനിടെ കൊല്ലപ്പെടുന്ന 4ാമത്തെയാളാണ് കുഞ്ഞുമൊയ്തീൻ. ഇതോടെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഊട്ടി കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഏർപ്പെടുത്താൻ അധികൃതർ മതിയായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കുടുംബത്തിൽ ഒരാൾക്ക് ജോലിയും കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരവും വാഗ്ദാനം ചെയ്ത അധികൃതർ കാട്ടാനകളെ കുംകിയാനകളെ ഉപയോഗിച്ച് ഉൾവനത്തിലേക്ക് തുരത്തുമെന്നും പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകി. ഇതോടെ മണിക്കൂറുകളോളം നീണ്ട റോഡ് ഉപരോധം 12 മണിയോടെ അവസാനിപ്പിച്ചു. തിരുവനന്തപുരം വിതുരയിൽ കാട്ടുപന്നി കുറുകച്ചാടി പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. തൊളിക്കാട് സ്വദേശി ഷബിൻ ഷാജിയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് വിതുര പ്ലാന്തോട്ടത്തിൽ അപകടമുണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന ഷെഹിൻ ഷാ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വയനാട് ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം. ഇടുക്കി മറയൂർ കാന്തല്ലൂർ ജനവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള വനംവകുപ്പിന്റെ പ്രത്യേക ദൗത്യം തുടങ്ങി. 3 ടീമിലായി 73 പേരാണ് ദൗത്യ സംഘത്തിലുള്ളത്. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെയാണ് വനംവകുപ്പിന്റെ നടപടി. കോഴിക്കോട് താമരശ്ശേരിയിൽ +1 വിദ്യാർത്ഥിനി ബസിന്റെ ഹൈഡ്രോളിക് ഡോറിനുള്ളിൽ കുടുങ്ങിയതിൽ കേസെടുത്ത് പോലീസ്. ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പേരാമ്പ്ര മുളിയങ്ങലിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വിദ്യാർത്ഥി വീണ സംഭവത്തിലും പോലീസും മോട്ടോർ വാഹന വകുപ്പും കേസെടുത്തു. ISLൽ ഇന്ന് ചെന്നൈയിൻ FC മുഹമ്മദൻ സ്പോർട്ടിംഗ് പോരാട്ടം. ആദ്യ മത്സരത്തിൽ ഒഡീഷ FCയെ തോൽപ്പിച്ചതിന് ആത്മവിശ്വാസത്തിലാണ് ചെന്നൈ ഇറങ്ങുന്നത്. മുഹമ്മദൻ സാവട്ട് ISLൽ ആദ്യ ജയം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. ചെന്നൈയുടെ മൈതാനമായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ ബ്രോട്ട് യു ബൈ കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. 22 ക്യാരറ്റ് ഗ്രാമിന് 7025 രൂപ, പവൻ 56,200, 18 ക്യാരറ്റ് ഗ്രാമിന് 5840, പവന് 46,720, വെള്ളി ഗ്രാമിന് 98 രൂപ.